സിവിൽ സർവീസ് സിംപ്ലിഫയർ ബീഫ് സെൽ ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തിട്ടാണുള്ളത്. ആസാം ക്യാബിനറ്റ് ആണ് ഇങ്ങനെ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ റിയൽ റീസണുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആസാമിൽ ഓൾറെഡി ഒരു ആക്ട് ഉണ്ട്, ആസാം പ്രിസർവേഷൻ ഓഫ് കാറ്റൽ ആക്ട് 2021. അതിനുശേഷം 22-23 ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പശുവിനെ അറക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ പാടില്ല എന്ന്. എന്നാൽ 14 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള പശുവാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ താഴെയുള്ള പശുവിനെയാണ് കൊല്ലുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കൺസംഷൻ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത് ടെമ്പിളോ അല്ലെങ്കിൽ മൊണാസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിന്റെ 5 കിലോമീറ്റർ റേഡിയസിന്റെ ചുറ്റളവിന്റെ ഉള്ളിലായിട്ട് ഈ ഒരു കാര്യം ബീഫിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല എന്നാണ് ആ ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നാൽ പുതിയ ക്യാബിനറ്റ് അപ്രൂവൽ പ്രകാരം ബാൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ബാൻ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് പബ്ലിക് പ്ലേസസിൽ മുഴുവനായിട്ടും റെസ്റ്റോറന്റ്, ഹോട്ടൽ, അതുപോലെ ബാക്കിയുള്ള പബ്ലിക് പ്ലേസസ്, അതുപോലെ തന്നെ ഏതെങ്കിലും പബ്ലിക് ഗ്യാതറിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബീഫ് വിളമ്പാൻ പാടില്ല എന്നാണ് പുതിയ ക്യാബിനറ്റിന്റെ അപ്രൂവലിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ് ബാൻ ആണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് റൈറ്റ് ടു ഫുഡ്, അതായത് നമ്മുടെ ഒരു മൗലിക അവകാശമായിട്ട് നമുക്ക് റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം തരുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 48 പറയുന്നുണ്ട് പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗസ്, പശുവിനെ കൊല്ലുന്നത് നിർത്തലാക്കണം. അതുപോലെ തന്നെ പശുവിനെ മാത്രമല്ല നമുക്ക് പാല് തരുന്ന ഏതൊക്കെ മൃഗമുണ്ടോ ആ മൃഗത്തിന്റെ ഒക്കെ, അതായത് നമ്മൾ ഡൊമസ്റ്റിക്കലി വളർത്തുന്ന മൃഗത്തിന്റെ ഒക്കെ എന്ത് ചെയ്യണം, അറക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് എന്ത് ചെയ്യണം, നിർത്തലാക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 48 പറയുന്നുണ്ട്. എന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പശു അല്ലെങ്കിൽ കൗ എന്ന് പറയുന്ന ഒരു കാര്യം, ഈ ഒരു ടേമിനെ ബീഫ് വരുമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ല. അത് തീരുമാനിക്കാനുള്ള അധികാരം, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള അധികാരം 2 പേർക്കാണുള്ളത്. ഒന്ന് നമ്മളെ പാർലമെന്റിനാണ്, രണ്ടാമത് അൾട്ടിമേറ്റ് ജുഡീഷ്യറിക്കാണ്. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും കേസുമായിട്ട് പോയി കഴിഞ്ഞാലേ ആ കാര്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഓക്കെ, എന്നാൽ ക്യാബിനറ്റ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഹെൽത്ത് സിസ്റ്റവും ഭയങ്കരമായിട്ട് വീക്കായിട്ട് ഡാമേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആൾട്ടറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് ആവട്ടെ, ഹെൽത്ത് സെക്ടർ ആവട്ടെ, അത് ഭയങ്കരമായിട്ടും മോശമായിട്ടുള്ള ഒരു വേഴ്സ് കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നിന്നും ആൾക്കാരുടെ ഫോക്കസ് ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കാം ഈ ഒരു ഇതെന്നാണ് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്, എക്സ്പേർട്സും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.